ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ എവിടേക്കാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. നവരാത്രി അനുബന്ധിച്ച് നമ്മുടെ പൂച്ചപ്പുര കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഒരു രീതിയിലാണല്ലോ ലൈറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് ലൈറ്റ്സ് ഈ പ്രാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്താണ് കയറിയത് കേട്ടോ. ഈ സെൻറ്റർ പോർഷനിൽ വരുന്ന ഈ റൗണ്ടിൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെയാണ് ആദ്യം കയറിയത്. റിച്ചു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവന് പുറത്തൊക്കെ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ പറ്റുമല്ലോ. വീട്ടിനകത്ത് എപ്പോഴും കതകടച്ച് വീട്ടിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് പുറത്തോട്ടിറങ്ങും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഗാനമേള നടക്കുകയാണ് കേട്ടോ. പിന്നെ അത് കാണാനായിട്ടൊന്നും നിന്നില്ല. കാരണം വെച്ചാൽ പിള്ളേർ അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് ഈ ഓട്ടവും ചാട്ടവും, അവനാണെങ്കിൽ ബബിൾസൊക്കെ കാണുമ്പോൾ അതിൻ്റെ പിറകേക്ക് ഓടുന്നുണ്ട്. അവൻ എവിടെ പോയാലും ബബിൾസ് കാണുമ്പോൾ അത് വാങ്ങാനായിരിക്കും പാളം. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. കല്ലിന് ചെറിയൊരു വയ്യായ്മ ഉള്ളത് കൊണ്ട് കയ്യിൽ നിന്നിറങ്ങാൻ മടിച്ചിരുന്നതാണ്. പക്ഷെ അവ ഓടിക്കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അവളും കൂടെ കൂടി. പിന്നെ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അവരെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷവും. ഓടിക്കളിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു കാല് വേദന ഉണ്ട് കേട്ടോ. വാക്സിൻ എടുത്തിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പെയിനാണ്. പിന്നെ നമ്മൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. അപ്പോൾ ഇനി റൈഡുകളും സ്റ്റാളുകളും കാണാം. അപ്പോൾ കയറി വരുന്നത് ഫസ്റ്റ് കാണുന്ന റൈഡ് ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ ജന്മത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ്. എന്നെപ്പോലെ പേടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ റിച്ചുവിന് കാണുന്ന എല്ലാ റൈഡിലും കയറണമെന്നുണ്ട്. പിന്നെ നമ്മൾ ദാണ്ട് ഈ റൈഡിൽ കയറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കിതിൽ കയറണോടാന്ന് കേട്ടപ്പോൾ ഉടനെ എനിക്ക് കയറണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതിൽ കയറ്റിയിരുത്തി പതുക്കെ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ പതുക്കെയൊക്കെ പോയി. പിന്നെ കുറച്ച് പതുക്കെ സ്പീഡൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ അവന് പേടിയൊന്നുമില്ല കേട്ടോ. ഒരു പേടിയൊന്നുമില്ല, നല്ല കൂളായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കല്ലൂസിനെ വിട്ടില്ല. കാരണം കുറച്ച് സ്പീഡിലോട്ട് പോകുമ്പോഴത്തേക്കും പേടിച്ച് വീഴാണെങ്കിലോ എന്ന് ജസ്റ്റ് കണ്ടീഷൻ വിട്ടില്ല. പക്ഷെ അവൻ പോണ കണ്ടപ്പോഴത്തേക്കും അവൾക്കും കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കയ്യിൽ നല്ല വലിയുന്നുണ്ട് കൂടെ പോകാനായിട്ട്. അടുത്തത് നേരെ പോയത് ഇവിടെയാണ് കേട്ടോ. ഇതിൽ അവൻ കയറുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവൻ അവിടെ പോകണമെന്ന് ഭയങ്കര നിർബന്ധം. പിന്നെ ഒന്ന് വിട്ടു നോക്കാൻ വിചാരിച്ചു. അവൻ കയറാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഫുൾ ചാട്ടം തന്നെയായിരുന്നു അതിൽ. ചാടാൻ പിന്നെ ഒരു മടിയില്ല. കല്ലൂസിനൊരു മൂഡ് ഓഫ്. ചെറിയൊരു വയ്യായ്മ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ മാക്സിമം ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ചിരി വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. പിന്നെ നമ്മൾ നേരെ പോയി 2 ടിക്കറ്റ് എടുത്തു ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളും കയറിയിരുന്നു. കല്ലൂസിന് ഇപ്പോഴും മൂഡ് ഓഫ് തന്നെയാണ്. റിച്ചു ഭയങ്കര ഹാപ്പി ആട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് റിച്ചുവിന്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡ് കൂടുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ ഇവിടെ ചെറിയൊരു ഗെയിം കളിക്കാൻ വിചാരിച്ചിട്ട് വന്നു. 6 ബോൾസ് കിട്ടും കേട്ടോ. ഈ ബോൾസുകളെല്ലാം കൂടെ ഇങ്ങനെ ഉരുട്ടി വിടുമ്പോഴത്തേക്കും ചെന്നെത്തുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടി 18 കിട്ടിയാൽ അത് തൊട്ട് സമ്മാനമുണ്ട്. 18 മുതൽ പിന്നെ അങ്ങോട്ട് സമ്മാനങ്ങൾ ഓരോ പല ടൈപ്പാണ്. നമുക്ക് 16ആണ് കിട്ടിയത്. അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. കയ്യും വീശി തിരികെ പോകും.
പിന്നെ ഇവിടെ ചെരുപ്പ്, ബാഗ് അങ്ങനത്തെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം 200, 150, 100 ആ ഒരു റേറ്റായിരുന്നു. ബാഗിൻ്റെ റേറ്റ് ഞാൻ നോക്കിയില്ല. ചെരുപ്പൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ജോഡി വാങ്ങിച്ചു, ചേട്ടനൊരു ജോഡി വാങ്ങിച്ചു, റിച്ചുവിനൊരു ഷൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു. ഞാനിതൊരു കരിക്കിൻ്റെ ഐസ്ക്രീം, റിച്ചുവിനൊരു സ്ട്രോബെറി, കല്ലൂന് ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് ബഹളം വയ്ക്കുന്നത് കേട്ടോ. അവൾക്ക് ഇപ്പം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഒന്ന് മുഴുവനായിട്ട് കൊടുക്കില്ല, ചേട്ടനും കല്ലും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ കല്ലൂന് കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ബോയും വളയും ഒക്കെ വാങ്ങാനായിട്ട് കയറി കേട്ടോ. ഇവിടെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ബോ സെലക്ട് ചെയ്തു. പിന്നെ ആ വെള്ള വളയെന്നൊക്കെ നോക്കി കിട്ടിയില്ല. പിന്നെ വേറെ കളർ വള 2-3 ഐറ്റംസ് അവൾ അളവിന് നോക്കി കിട്ടി കേട്ടോ. പിന്നെ കുറച്ച് ക്ലിപ്പ് വാങ്ങിച്ചു. പർച്ചേസ് കഴിയും മുന്നേ വന്നു മഴ. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു കേട്ടോ. അവിടെ നിന്നിരുന്ന എല്ലാവരും ഒതുങ്ങി വന്നത് ഈ കടയിലായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയെടുക്കാനും പറ്റില്ല, പുറത്തോട്ട് പോകാനും പറ്റുന്നില്ല, ആകെ ഒരവസ്ഥയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.